നമസ്കാരം. റാഫ്റ്റർ ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. യുവേഫ ചാമ്പ്യൻസ് ലീഗിൻ്റെ ബാച്ച് ഡേ 6 ടീം ഓഫ് ദി വീക്ക് ഒഫീഷ്യലി പുറത്തുവിട്ടിട്ടുണ്ട്. അതിൽ ബാഴ്സയിൽ നിന്ന് ഒരു താരമേ ഉള്ളൂ, റയലിൽ നിന്ന് ആരുമില്ല. മെഡൂക്ക് മികച്ച പ്രകടനം നടത്തി. അദ്ദേഹമാണ് പ്ലെയർ ഓഫ് ദി വീക്കായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടതും അദ്ദേഹം ഈ പ്ലെയർ ഓഫ് ദി ടീം ഓഫ് ദി വീക്കിലും ഉൾപ്പെട്ടിട്ടുണ്ട്. നമ്മൾ നോക്കുകയാണ് ആരൊക്കെയാണ് ഉള്ളത് എന്ന്. ഗോൾ കീപ്പറായിട്ട് ഉനായ് സിമോൺ ഉണ്ട്, അത്ലറ്റിക് ക്ലബ് ബിൽബാവോയുടെ ഗോൾ കീപ്പർ ഉനായ് സിമോൺ. ദെൻ ഡിഫൻസിലേക്ക് വരുമ്പോൾ ഒറീലി ഉണ്ട്, ഒറീലി മാഞ്ചസ്റ്റർ സിറ്റിയുടെ ഒറീലി. അതുപോലെ തന്നെ ഹൂൾസ് കോണ്ടയുണ്ട്, FC ബാഴ്സലോണയുടെ താരം ഹൂൾസ് കോണ്ടയുണ്ട്. പിന്നെ ഹെൻകോയാണുള്ളത്, ഹെൻകോ അദ്ദേഹം അത്ലറ്റിക്കോ മാഡ്രിഡിൻ്റെ ഹെൻകോ. അതുപോലെ തന്നെ സാലിസു വരുന്നു, മൊണോക്കോയുടെ സാലിസു എന്നിവരാണ് ഡിഫൻസിലുള്ളത്. മദിരയിലേക്ക് വരുമ്പോൾ റിച്ചാർഡ് റിയോസ് ഉണ്ട്, ബെൻഫിക്കയുടെ റിച്ചാർഡ് റിയോസ്. അതുപോലെ തന്നെ അറ്റ്ലാന്റയുടെ ഡി കെറ്റ്ലറെ ഇടം പിടിക്കുന്നു. പിന്നെ ബയൺ മ്യൂണിക്കിൻ്റെ കാലിടം പിടിച്ചിട്ടുണ്ട്. അപ്പം ഇത്രയും താരങ്ങളാണ് മധ്യനിരയിലുള്ളതെങ്കിൽ മുന്നേറ്റ നിരയിലെ 3 പേര് മഡൂക്ക്, ആഴ്സണലിൻ്റെ മഡൂക്ക് മികച്ച പ്രകടനമാണ് കഴിഞ്ഞ മാച്ച് വീക്കിൽ നടത്തിയത്. അദ്ദേഹമാണ് പ്ലെയർ ഓഫ് ദി വീക്കായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത്. ഒപ്പം ഗ്രീൻവുഡ് ഉണ്ട്, ഒളിമ്പിക് മാഴ്സയുടെ താരമാണ് ഇപ്പോൾ അദ്ദേഹം. ഗ്രീൻവുഡ് ഉണ്ട്, പിന്നെ ഗോർഡൻ, ന്യൂകാസിൽ യുണൈറ്റഡിൻ്റെ ഗോർഡൻ എന്നിവരാണ് ഈ ഒരു ടീം ഓഫ് ദി വീക്കിലുള്ളത്. എന്തായാലും യുവേഫ ചാമ്പ്യൻസ് ലീഗ് വളരെ ആവേശത്തോടു കൂടി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ലീഗ് ഫേസിൽ ഇനി 2 മത്സരങ്ങൾ കൂടിയുള്ളൂ. അത് ജനുവരി 20-നാണ് 7ാം റൗണ്ട് മത്സരം. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് എത്താം.